സർ, 2 ദിവസങ്ങൾക്ക് സുപ്രീം കോടതി ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ തെരുവ് നായകൾക്ക് നമ്മൾ ഭക്ഷണം നൽകണം. അങ്ങനെ ഭക്ഷണം നൽകിയാൽ തെരുവ് നായ ശല്യം കുറയുമെന്നും തെരുവ് നായകൾ നമ്മളെ കടിക്കുന്നത് അല്ലെങ്കിൽ ആക്രമിക്കുന്നതിലൊക്കെ വലിയ കുറവുണ്ടാകുമെന്നാണ് സുപ്രീം കോടതിയിൽ നിന്നുള്ള ഈ ഒരു നിർദ്ദേശത്തിൽ പറയുന്നത്. അപ്പോൾ എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഉൾപ്പെടെ തെരുവ് നായ ശല്യം രൂക്ഷമാണ്. ഇത്തരത്തിൽ തെരുവ് നായകളെ ഫീഡ് ചെയ്യുക, എന്നും ഫീഡ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. 1-2 പെറ്റ്സ് ആണെങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആവണമെന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീടിനടുത്ത് കാണുന്ന തെരുവ് നായകൾക്ക് ഫീഡ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു കാര്യം ഇവിടെയുണ്ട്. അത് മാത്രമല്ല, ഇത്തരത്തിൽ നമ്മൾ ഫീഡ് ചെയ്യുന്നതിനനുസരിച്ച് ഇന്ന് വന്ന സ്ഥലത്ത് തന്നെ നാളെയും ഈ നായകൾ എത്തിയേക്കും, ഭക്ഷണം ലഭിക്കും എന്ന് പ്രതീക്ഷിച്ച് തന്നെ. നായകളുടെ ഒരു പൊതു സ്വഭാവം കൂടിയാണത്. അവരങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും. അവിടെ ഇവരുടെ ഒരു പെറ്റ് പെരുകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്തരത്തിൽ ഇവരുടെ ഒരു ജനന നിയന്ത്രണത്തിൽ എന്തെങ്കിലും ഒരു കാര്യം, ഇതിനെക്കുറിച്ചൊന്നും പരാമർശവും ഉണ്ടായിട്ടില്ല. അപ്പോൾ സുപ്രീം കോടതിയുടെ ഈ ഒരു നിർദ്ദേശത്തെ, തെരുവ് നായകൾക്ക് ഫീഡ് ചെയ്യണം, ഭക്ഷണം നൽകണം എന്ന് പറയുന്ന ഒരു നിർദ്ദേശത്തെ നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കും? ഇതിനെ എങ്ങനെ വിലയിരുത്താം? ഒന്നാമത് തെരുവ് നായകളുടെ സുപ്രീം കോടതി പറഞ്ഞത് ഡൽഹിയെ പറ്റിയാണ്. ഡൽഹിയില് കുറെ ആൾക്കാരുണ്ട്. മിക്ക കോളനിയിലും നിങ്ങൾ പോയി കഴിഞ്ഞാൽ തെരുവ് നായ്ക്കൾ എല്ലാ ഹൗസിംഗ് കോളനിയുടെയും എൻട്രൻസിൽ കാണും. കാര്യം വെച്ചാൽ അവിടെയുള്ള വീട്ടമ്മമാരാണ് പൊതുവെ. അവർ അധികമുള്ള ഭക്ഷണം അവർക്ക് കൊണ്ടുകൊടുക്കും, വൈകുന്നേരവും രാവിലെയും ഒക്കെ. അപ്പൊ അങ്ങനൊരു നമ്മളെ വേസ്റ്റ് ഇടുന്നതിന് പകരം അവർക്ക് കൊണ്ടുകൊടുക്കും. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം ചിലര് അത് ഒബ്ജക്ട് ചെയ്യുന്നു. അത് ഇവിടെ ഞങ്ങളുടെ വീടിന്റെ മുമ്പിലാണ് ഇത് വൃത്തികേടാകുന്നു, അതുകൊണ്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് കോടതിയിലെത്തിയത് ഈ തർക്കം. പക്ഷെ കോടതി വളരെ രമ്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരു ഹർജിക്കാര് പറഞ്ഞത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നത്. അത് കോടതി പറഞ്ഞു അതിന്റെ കാര്യമില്ല, ഭക്ഷണം കൊടുക്കേണ്ടവർ കൊടുത്തോട്ടെ, അത് പബ്ലിക് പ്ലേസ് ആണെങ്കിൽ അവിടെ വെച്ച് കൊടുത്തോട്ടെ. ഇതൊക്കെ കാണിക്കുന്നത് നമ്മളുടെ ഒരു വിചാരം, മനുഷ്യന്റെ ഒരു വിചാരം ഈ ഭൂമി നമ്മൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്നുള്ളതാണ്. ഞാനിവിടെ മുഹമ്മദ് ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ എന്നുള്ള ഒരു കഥ എല്ലാവരും മലയാളികൾ പൊതുവെ വായിക്കുന്നതാണ്. അത് പറയുന്നത് സകല ജീവജാലങ്ങൾക്കും വേണ്ടിയുള്ളതാണ് ഈ ഭൂമി. ഇതിലൊരു ഇതിന് എല്ലാ ജീവജാലങ്ങളും തമ്മിൽ സന്തുലിത അവസ്ഥയുണ്ട്. അത് തെറ്റുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് നായകളുടെ കാര്യത്തിൽ മലയാളികൾ അതിന്റെ ഹിസ്റ്ററിയും നായകളും മനുഷ്യനുമായിട്ട് ഒരു വലിയ ചരിത്രം കിടക്കുന്നുണ്ട്. ജീവജാലങ്ങൾ ആദ്യമായി മനുഷ്യനെ ഇങ്ങോട്ട് വന്ന് ഡൊമസ്റ്റിക്കേറ്റ്, ഇങ്ങോട്ട് വന്ന് ഞങ്ങൾ കൂട്ടുകാരായത് 2 മൃഗങ്ങളാണ്. ഒന്ന് നായും മറ്റേത് കുതിരയും. കുതിര മനുഷ്യനെ എത്രയോ ഭൂഖണ്ഡങ്ങൾ താണ്ടാൻ സഹായിച്ചു. അലക്സാണ്ടർ ഗ്രീസിൽ നിന്ന് ഇന്ത്യയിൽ വന്നത് കുതിരപ്പുറത്താണ്. അപ്പൊ അതിന് സഹായിയായിട്ട് നായകളും ഉണ്ടായിരുന്നു. അവരാണ് മുമ്പിൽ പോയി ഇപ്പോൾ നമ്മൾ റഡാർ അയച്ചിട്ട് അല്ലെങ്കിൽ ഒബ്സർവേഷൻ ചെയ്തിട്ട് പറയത്തില്ല ശത്രു എവിടെയുണ്ടെന്ന്. അത് പട്ടികൾ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഈ 2 മൃഗങ്ങളും ചില പുരാതനമായിട്ട് മനുഷ്യന്റെ സുഹൃത്തുക്കളാണ്. അവരെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളത് എനിക്ക് തോന്നുന്നു നമ്മുടെ മനുഷ്യത്വത്തിന്റെ ഒരു അളവുകോലും കൂടെയാണ്. അത് മലയാളികൾ പൊതുവെ മറന്നുപോകും. ഇത് ഈ തെരുവുനായ പ്രശ്നം ഒരു 20 വർഷമായിട്ട് കേരളത്തിൽ നിന്ന് കേൾക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു മീഡിയ ഊതി വീർപ്പിച്ചതാണ്. അതിനു മുമ്പേ തെരുവുനായകൾ അവിടെ ഉണ്ടായിരുന്നു. ആരും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. എന്ത് സംഭവിച്ചെന്ന് ആരും തിരക്കുന്നില്ല. ആൾക്കാരെ കടിച്ചു. തീർച്ചയായിട്ടും കടിക്കും. നിങ്ങൾ കാണുന്നവരെയൊക്കെ മലയാളത്തിൽ മനുഷ്യരെ കാണുന്നവരെയൊക്കെ നിങ്ങൾ കല്ലെറിയുകയാണെങ്കിൽ അവൻ തിരിച്ചായിട്ട് കല്ലെറിയത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ നായകളുടെ കാര്യം. അവരോട് ഞാൻ പല എൻ്റെ സുഹൃത്തുക്കളായ ആനിമൽ വെൽഫെയർ ആക്ടിവിസ്റ്റ് കേരളത്തിൽ അവരോട് പറയേണ്ട ഒരു ക്യാമ്പയിൻ നിങ്ങൾ നടത്തൂ. നിങ്ങളൊരു പാർലേജി 10 രൂപയുടെ മേടിച്ചിട്ട് വഴിയിൽ കാണുന്ന പട്ടികൾക്കൊക്കെ അല്ലെങ്കിൽ നായകൾക്ക് കൊടുക്കൂ. അവർ നിങ്ങളെ കാണുമ്പോൾ വാലാട്ടി നിൽക്കും. അത്രയേ ഉള്ളൂ നായകളുടെ പ്രശ്നം. അതിനു പകരം അവരെ കൊല്ലണം, അവരെ ഓടിക്കണം, അവരെ കൊല്ലണം എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു അത് വളരെ
സെൽഫിഷ് ആൻഡ് ഒരു പ്രകൃതി വിരുദ്ധമായ സംഗതിയാണ് ഇതൊക്കെ. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിന്റെ നിങ്ങൾ ആരും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരെ കൊന്നുകളയാന്നുള്ള അത് ഒരു പ്രാകൃതമായ മനോഭാവമാണ് കാണിക്കുന്നത്. നമ്മൾ ഈ ഭൂമി നമ്മൾക്ക് മനുഷ്യന് മാത്രമുള്ളതാണ് എന്നുള്ളതാണ് അതിന്റെ പുറകിലുള്ള ചിന്ത. ഒത്തിരി കാക്ക വന്നിരിക്കുന്നു, എല്ലായിടത്തും കാക്കയുണ്ട്. കാക്ക വന്ന് തൂറും ചിലപ്പം തലയിൽ. ഒരു കാക്ക, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ സൈക്കിളിൽ പോകുമ്പോൾ ഒരു കാക്കിനെ നെഞ്ച് തിരിച്ച് ഞാൻ താഴെ വീണിട്ടുണ്ട്. പക്ഷെ ഞങ്ങളാരും കാക്കയെ കൊല്ലാൻ വേണ്ടി പുറഞ്ഞു നടന്നിട്ടില്ല. അതൊരു എന്താണ്, നമ്മുടെ ജനസംഖ്യ പെരുകുമ്പോൾ ചില പ്രശ്നമുണ്ട്, അതുപോലെ തെരുവുനായകളുടെ സംഖ്യ പെരുകുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് മാനേജ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കാണുന്ന പട്ടികളെയൊക്കെ കല്ലെറിയുകയും അവരെ നമ്മുടെ ശത്രുക്കളെ പോലെ കാണുമ്പോൾ അവരും നിങ്ങളെ അങ്ങനെ കാണുന്നു. അതാണ് ഈ പ്രശ്നം മുഴുവൻ. ആ ആറ്റിറ്റ്യൂഡ് മാറിക്കഴിഞ്ഞാൽ, ഞാൻ എല്ലാവരോടും പറയുന്ന പോലെ, ഒരു പാർലേജി 10 രൂപയുടെ പാർലേജി കയ്യിൽ വെക്കൂ. അത് തെരുവുനായെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുവാണ് അവരെ കടിക്കാൻ വന്ന് അവന് ഇട്ട് കൊടുത്താൽ മതി, അവൻ അവിടെ നിന്നോളും. പിന്നെ നിങ്ങളെ കാണുമ്പോൾ അവൻ വാലാട്ടി നിൽക്കും. പ്രശ്നം അതോടുകൂടി കേരളത്തിൽ തീരാവുന്നേ ഉള്ളൂ. പക്ഷെ അതിന് പകരം അവരെ കൊല്ലണം, ഇതാണ് കുട്ടികളെ കടിക്കുന്നു. കുട്ടികളെ നിങ്ങൾ അങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. കുട്ടികൾ കാണുന്നത് എന്താണ്? അവരുടെ മുതിർന്നവർ പട്ടികളെ കണ്ടാൽ കല്ല് വലിച്ചെറിയുന്നു, പോ എന്നൊക്കെ പറയുന്നു. അപ്പൊ ഒരുതരം ടോട്ടലി നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് പട്ടികളോട്, അല്ലെങ്കിൽ നായകളെ പൊതുവെ. മാത്രമല്ല, വീടുകളിൽ പോലും പട്ടികളെ നിങ്ങൾ തുടലിട്ട് പൂട്ടി അവരെ സഞ്ചരിക്കാൻ അനുവദിക്കാതെ വെച്ചേക്കൊണ്ട്. അപ്പൊ അവര് നാച്ചുറലി അഗ്രസീവ് ആകും. അപ്പൊ അതിന്റെ പട്ടിയുണ്ട് സൂക്ഷിക്കണം. ഇന്ന് ഞാൻ ഓരോ ബോർഡ് കണ്ടു, പട്ടിയുണ്ട് സ്നേഹിക്കണം എന്ന് പറഞ്ഞ് ആരോ മലയാളത്തിൽ എഴുതി വെച്ചേക്കുന്നു, എന്തോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ. അപ്പൊ അങ്ങനെ ഇതൊരു ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നമാണ്. അത് മലയാളികൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ ഡൽഹിയില് പലരും പറയാറുണ്ട്, ഈ തെരുവുനായ്ക്കളുള്ള കോളനികളിൽ കള്ളന്മാര് കയറുന്നത് വളരെ കുറവാണ്. കാരണം വെച്ചാൽ അവരാണ് ശരിക്കും കാവൽക്കാർ. നമ്മളുടെ സമൂഹത്തിൽ ഈ സെക്യൂരിറ്റി ഗാർഡ്സ് വരുന്നതിന് മുമ്പേ, ഞങ്ങളൊക്കെ വളരുന്ന സമയത്ത് 70s 80s ഞങ്ങളുടെയൊക്കെ കാവൽക്കാർ നായകളായിരുന്നു. അല്ലാതെ യൂണിഫോം ഇട്ട് സാലറി മേടിച്ച് ചുമ്മാതെ കുത്തിയിരുന്ന് ചുരുണ്ടുന്ന ആൾക്കാരല്ലായിരുന്നു. ആ ഒരു സംഗതി നമ്മൾ മറന്നുപോകും. ഇപ്പോൾ അർബൻ സെന്റേഴ്സിലൊക്കെ എന്താണ് പൊതുവെ സമൂഹം അല്ലെങ്കിൽ കോളനികൾ ഈ ആഹാരം കൊടുക്കുന്നത് അവർക്കറിയാം. ഇവർ കൂടുണ്ടെങ്കിൽ രാത്രിയിൽ ആരെങ്കിലും പരിചയമില്ലാത്ത മുഖം കണ്ടാൽ അവര് കുരയ്ക്കും, ചാടി വീഴും, ബഹളമുണ്ടാക്കും, ആൾക്കാരെ അലേർട്ട് ചെയ്യും. ഇതാണ് അവരുടെ ഒരു സാമൂഹികമായ പ്രയോജനം എന്ന് പറയാം. ഇത് മനസ്സിലാക്കാതെ നമ്മൾ പട്ടികൾ ഒരു ശത്രുക്കളാണ്, നമ്മുടെ കൊല്ലം നടക്കുന്നവരാണ്, വാക്സിനേഷൻ മാഫിയ എന്നൊക്കെ കേൾക്കും. എന്താണ് വാക്സിനേഷൻ മാഫിയ? എനിക്കറിഞ്ഞൂടാ. വാക്സിൻ ശരിക്കും കീപ്പ് ചെയ്താൽ അതിന്റെ ടെമ്പറേച്ചർ ഒക്കെ അനുസരിച്ച് വെച്ച് കഴിഞ്ഞാൽ വാക്സിൻ നടത്താവുന്നേ ഉള്ളൂ. അത് ചെയ്യുന്നില്ലെങ്കിൽ, വാക്സിൻ ചുമ്മാ വെളിയിലിട്ട് കഴിഞ്ഞാൽ ഒരു വാക്സിനും പ്രവർത്തിക്കത്തില്ല. അത് മനുഷ്യനുള്ള വാക്സിൻ ആണെങ്കിലും പട്ടിക്കുള്ള വാക്സിൻ ആണെങ്കിലും. ഇതൊക്കെ ഒരുതരം ഇത് ഞാൻ പറയുന്ന ഒരു മാനേജ്മെന്റ് പ്രശ്നം മാത്രമാണ് ഇതൊക്കെ. അതാണ് സുപ്രീം കോടതികൾ, ഒരു കോടതിയും വളരെ കർശനമായ നിയമങ്ങളൊന്നും ഇതിനകത്ത് സജസ്റ്റ് ചെയ്യാത്തത്. ഇത് മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡിന്റെ മാനേജ്മെന്റിന്റെ പ്രശ്നം മാത്രമാണ്. വൈക്കം ബഷീറിനെ കോട്ട് ചെയ്ത് പറഞ്ഞാൽ, ഈ ഭൂമിയിൽ അവർക്കും ജീവിക്കാൻ അവകാശമുണ്ട്, എല്ലാ ജീവജാലങ്ങൾക്കും. നമ്മൾ മനുഷ്യന്മാർക്ക് മാത്രം വേണ്ടിയുള്ളതല്ല ഈ ഭൂമി. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല തിരുമനായോ ഏതെങ്കിലും നായ ഒരു പ്രശ്നമാകുമെന്ന്. ഇതാണ് മനുഷ്യനെ ആദ്യമായി ഇങ്ങോട്ട് വന്ന് നമ്മൾ പിടിച്ചോണ്ട് വന്ന് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തതല്ല, ഇങ്ങോട്ട് വന്ന് പ്രിയപ്പെട്ട് സുഹൃത്തുക്കളായ ഒരു ആനിമൽ വേൾഡിന്റെ 2 പേരാണ്, നായും കുതിരയും. കുതിര കടിച്ചു, കുതിര ഇത് ചെയ്തു എന്ന് നമ്മളാരും കേട്ടിട്ടില്ല. പക്ഷെ പട്ടിയുടെ കാര്യം വെച്ചാൽ അവർ സൈസിൽ ചെറുതാണ്. മാത്രമല്ല ലോക്കലി ഒത്തിരി ബ്രീഡ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് മാത്രമല്ല ഒരു പ്രസവത്തിൽ അവർക്ക് 4-5 കുട്ടികളൊക്കെ ഉണ്ടാകും. അപ്പൊ അതിൻ്റെ പോപ്പുലേഷന്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് കൺട്രോൾ ചെയ്യാൻ ഇപ്പോൾ മോഡേൺ സംവിധാനങ്ങളുണ്ട്.
അത് ലോക്കൽ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും എന്താണ് കരുണയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ ഇത് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതൊക്കെയാണ് കോടതികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അവരെ മാനേജ് ചെയ്യൂ, അല്ലാതെ നിങ്ങൾ അവരെ കൊല്ലാൻ ശ്രമിക്കുന്നില്ല. കൊല്ലാൻ ശ്രമിക്കുന്നത് ക്രൂരമായ അല്ലെങ്കിൽ ക്രൂരത നിറഞ്ഞ സമൂഹത്തിന്റെ ആൾക്കാർ മാത്രമായിരിക്കും. അവിടെ അതിന്റെ ഇമ്പാക്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കേരളത്തിന്റെ ടൂറിസത്തിനെതിരെ ഒരു ക്യാമ്പയിൻ, വലിയൊരു ക്യാമ്പയിൻ, ഓൺലൈൻ ക്യാമ്പയിൻ വെസ്റ്റിൽ നിന്നും ഉണ്ടായിരുന്നു. അതിന് കാരണം അവിടെ പട്ടികളെ കൊല്ലുന്ന മനുഷ്യരാണ്, അവിടെ നിങ്ങൾ പോകാൻ പാടില്ല. ഇത് നിങ്ങൾക്ക് പറയാം സാഹിബിന്റെ മനോഭാവത്തിന്റെ പ്രശ്നമാണ്. പക്ഷെ ഇതാണ് അവർക്ക് പോലും ഇതുപോലെ ഫ്ലോറ ആൻഡ് ഫോണ കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നേച്ചറുമായിട്ട് നിങ്ങൾ സംഘർഷം പാടില്ല എന്നാണ് പൊതുവെ മനുഷ്യന്റെ സംസ്കാരമുള്ള എല്ലാ മനുഷ്യരും കരുതുന്നത്. അപ്പൊ അതിന് എപ്പോഴും വിട്ടുവീഴ്ചകൾ സംഭവിക്കും. പക്ഷേ കേരളത്തിലെ ആറ്റിറ്റ്യൂഡ് വെച്ച് അതുകൊണ്ട് അതിന്റെ റെസ്പോൺസ് ആയിരുന്നു നടന്നത്. ഒരു ഓൺലൈൻ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു, കേരള ടൂറിസത്തിനെ ബഹിഷ്കരിക്കണം. അവിടെ പട്ടികളെ കൊല്ലുന്ന മനുഷ്യരാണ് അവർ, പട്ടികളെ വെറും നിർദ്ദയം കൊല്ലുന്നത്. അപ്പം നമ്മളാരും കേട്ടിട്ടില്ല നാഗാലാൻഡിലെ പട്ടികളെ ഭക്ഷിക്കുന്നവരുണ്ട്. നമ്മളാരും കേട്ടിട്ടില്ല നാഗാലാൻഡിനെ എതിരെ ഒരു ക്യാമ്പയിൻ. കാര്യം വെച്ചാൽ അത് ഭക്ഷണത്തിന് വേണ്ടി അവർ ചെയ്യുന്നതാണ്. ഈ ഒരു പ്രശ്നം ഇനി എന്തുകൊണ്ടാണ് മലയാളികൾ മനസ്സിലാക്കുന്നത്? 100% സാക്ഷരത എന്നൊക്കെ പറയുമ്പോൾ ഓരോ ജീവിജാലങ്ങളുമായിട്ടുള്ള ഒരു മനുഷ്യന്റെ റിലേഷൻഷിപ്പ് മനസ്സിലാക്കാതെ പോകുന്നുണ്ടാണ്. ഞാൻ പലരോടും എൻ്റെ സീനിയർ ആയിട്ടുള്ള ഫ്രണ്ട്സോടും പറഞ്ഞിട്ടുണ്ട്, പട്ടി എങ്ങനെ മനുഷ്യന്റെ സുഹൃത്തായി എന്നുള്ള ചരിത്രം മാത്രം അന്വേഷിച്ചാൽ മതി. അതെ, പട്ടിക്ക് ഇന്ന് ബോംബ് സ്ക്വാഡ് മുതൽ എയർപോർട്ടിലെ സെക്യൂരിറ്റി എല്ലാം ചെയ്യുന്നത് പട്ടിയാണ്. മനുഷ്യന് പറ്റാത്ത സംഗതികൾ പലയിടത്തും പട്ടികൾ വളരെ ഇന്റലിജന്റ് ആയിട്ട് മനുഷ്യന് ട്രെയിൻ ചെയ്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഞാൻ ഒരു ചെറിയ ജപ്പാനീസ് കഥ പറഞ്ഞിട്ട് ഇത് എൻ്റെ പട്ടി സ്നേഹം ഞാൻ അവസാനിപ്പിക്കാമെന്ന്. ജപ്പാനിക്കോ എന്നൊരു പട്ടി 1920 ഉണ്ടായിരുന്നു. ഒരു പ്രൊഫസറിന്റെ പട്ടിയായിരുന്നു. അതിനെപ്പറ്റി ഒരു സിനിമ വരെ വന്നിട്ടുണ്ട്, റിച്ചാർഡ് ഗിയർ അഭിനയിച്ച്. ആ പട്ടി പ്രൊഫസറിനെ ലോക്കൽ സ്റ്റേഷൻ വരെ നടന്ന് കൊണ്ടുവിടുമായിരുന്നു. വൈകുന്നേരം ആ പട്ടി അവിടെ പോയിരിക്കും. പ്രൊഫസർ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി വീട്ടിലേക്ക് നടന്നു പോകും. ഒരു ദിവസം പ്രൊഫസർ കോളേജിൽ വെച്ച് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. പ്രൊഫസർ വന്നില്ല. പട്ടി 10 വർഷം രാവിലെയും വൈകുന്നേരവും അവിടെ പോയിരുന്നു എന്നാണ് പറയുന്നത്. അവസാനം ഇത് ആൾക്കാർ കണ്ട് അവർക്ക് മനസ്സിലായി എന്താണ് ഇയാൾ വന്നിരിക്കുന്നത്. ആഹാരമൊക്കെ കൊടുക്കാൻ തുടങ്ങി. 10 വർഷത്തിന് ശേഷം ആ പട്ടി ജപ്പാൻകാർ ചെയ്തത് എന്താണെന്ന് അറിയണം. പട്ടിയുടെ ഒരു പ്രതിമ ആ റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിൽ സ്ഥാപിച്ചു. ആ പട്ടിയുടെ പേരാണ് ഹച്ചിക്കോ. ഇതേ പേരിൽ ഹോളിവുഡിൽ ഒരു സിനിമ നിർമ്മിച്ചിട്ടുണ്ട്, അത് ആ കഥയെ ആസ്പദമാക്കി. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വളരെ വളരെ ടച്ചിങ് ആയിട്ടുള്ള സ്റ്റോറീസ് പട്ടികളും മനുഷ്യരും തമ്മിലുള്ളത് പലതും ലോകത്തെമ്പാടും നടക്കുന്നുണ്ട്. എനിക്കറിഞ്ഞൂടെ എന്താണ് മലയാളികൾക്ക് സംഭവിച്ചത്. നമുക്കൊക്കെ നമ്മളുടെ മോഡേണൈസേഷന്റെ പാട്ടായിട്ട് വന്ന ക്രൂര സ്വഭാവങ്ങളാണോ, അതോ ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാതെ എടുത്തടിച്ച് പ്രവർത്തിക്കുന്നവരാണോ എന്ന് എനിക്കറിഞ്ഞൂടെ. അത് നാട്ടിലുള്ള ആൾക്കാർ ചെയ്യേണ്ടതാണ്. പക്ഷെ ഇതേ പ്രശ്നം ഫ്ലാറ്റുകളിൽ പട്ടികളെ വളർത്താൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടെന്ന് കേട്ടു. പക്ഷെ ബോംബെയിലും ഡൽഹിയിലും ഒക്കെ അങ്ങനെ എതിർത്തവരെ കോടതിയിൽ പോയി പട്ടി സ്നേഹികളിൽ പോയി അവർ വേർഡിക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, ഫ്ലാറ്റുകളും വളർത്താമെന്ന്. അതായത് ഇത് മനസ്സിലായി. ഞാൻ പറയുന്നത് നാളെ മുതൽ എല്ലാ ഫ്ലാറ്റിലും പട്ടികളും വേണമെന്നല്ല. പക്ഷെ മനുഷ്യരും പട്ടിയും തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ ഒരു ആഴമാണ് ഇതൊക്കെ കാണിക്കുന്നത്. ആർക്കെങ്കിലും ഒരു നായയുടെ പേരിൽ കോടതി കയറി ഒരു ഹൈക്കോടതിയിൽ നിന്ന് ഒരു വേർഡിക്റ്റ് ഇങ്ങനെ കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? പക്ഷെ ആൾക്കാർ ചെയ്യുന്നു. എന്താണത്? പലരും പറയാനുണ്ട്, ഒന്നും പ്രതീക്ഷിക്കാതെ ആഹാരം മാത്രം കൊടുത്താൽ മതി, നിങ്ങളെ ഇതുപോലെ സ്നേഹിക്കുന്ന ഒരു ജീവജന്തുവും ഇല്ല. മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോലും ചെയ്യുന്നില്ല. മക്കളോട് ചെയ്യത്തില്ല, ഭാര്യ ഭർത്താവിനോട് ചെയ്യുന്നില്ല,
ഇതൊന്നും ഇല്ലാതെ വളരെ ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു റിട്ടേൺസും പ്രതീക്ഷിക്കാതെ നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു ജീവിയാണ് പട്ടി. നായ എന്ന് പറയുന്നത്. എനിക്ക് 2 പട്ടികളുണ്ടായിരുന്നു. ഒന്ന് മരിച്ചുപോയി, ഒന്ന് എൻ്റെ കൂടെയുണ്ട്. എനിക്ക് തോന്നേ എനിക്ക് കുറച്ചുകൂടെ എന്നെ ഒരു മോശകോട്ടനല്ലാതെ നിർത്തുന്നത് എൻ്റെ പട്ടിയാണെന്ന് ഞാൻ പറയാം. എന്ന് വെച്ചാൽ അത്രമായിട്ട് എന്നെ ഇൻഡൾജ് ചെയ്യുന്ന ഒരു ജീവിയാണത്. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. അതിന് ആഹാരം കൊടുക്കുക, സമയത്ത് ആഹാരം കൊടുക്കുക, ഞാൻ യാത്ര ചെയ്യുമ്പോൾ ആരെങ്കിലും കൊണ്ട് അവനെ നോക്കാൻ ഇടപാട് ചെയ്യുക, ഇതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഇത്രയും മതി. ഇങ്ങനെയുള്ള ചില പാഠങ്ങൾ മനുഷ്യനെ പഠിപ്പിക്കാനാണ് എനിക്ക് തോന്നുന്നത് പട്ടി ഇങ്ങോട്ട് വന്ന് നമ്മുടെ സുഹൃത്തായി നിൽക്കുന്നത്. ആനയെ പോലെയോ മറ്റു ജീവജാലങ്ങൾ തത്തയെ പോലെയോ ഒന്നുമല്ല ഇത് ഒരിക്കൽ നമ്മുടെ സുഹൃത്തായി കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും അവൻ സുഹൃത്തായിരിക്കും. കാര്യം പലരും പറയാനുണ്ട് പട്ടിക്ക് നമ്മളുടെ മനസ്സിനെ വായിക്കാനുള്ള എന്തോ ശക്തി ഉണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കടിയൊക്കെ വരുന്നത്. അവർക്ക് മനസ്സിലായ മലയാളികൾ പൊതുവെ നമ്മളെ കാണുന്നത് വെറുപ്പോടുകൂടിയും ക്രൂരതയോടും കൂടിയാണ്. അപ്പോൾ അവർ നമ്മളെ ആക്രമിക്കുമ്പോൾ നമ്മൾ അവനെ കടിച്ചു കളയാം എന്നുള്ള ഒരു ആശയത്തിലേക്ക് അവർ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇതിന്റെ യാതൊരു കാര്യവുമില്ല. അങ്ങനെയാണ് ലോകം മുഴുവനും കാണുന്നത്, അങ്ങനെയാണ് നായകളെ. അപ്പൊ എനിക്ക് അറിഞ്ഞൂടാ ഈ സുപ്രീം കോടതിയും, അതുകൊണ്ടാണ് സുപ്രീം കോടതിയും ഒരു കോടതിയും നായ്ക്കളെ കൊല്ലാൻ വേണ്ടി ഓർഡർ ഇടാറ്. ഇങ്ങനെയുള്ള ഒരു ബന്ധം കിടക്കുന്നു മനുഷ്യനും നായകളും തമ്മിൽ. അപ്പൊ അത് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ വേണ്ടത് എനിക്ക് തോന്നുന്ന ഒരു സെൻസിറ്റൈസേഷനാണ് ഇതിനെക്കുറിച്ച്. എന്തുകൊണ്ട് പട്ടി മനുഷ്യന്റെ സുഹൃത്താകുന്നു, എന്തുകൊണ്ട് നിങ്ങളുടെ ഒരു ചെറിയ മനോഭാവം മാറ്റത്തിനനുസരിച്ച് അവൻ നിങ്ങളുടെ അടുത്ത സുഹൃത്താകും. അവൻ നിങ്ങളെ കടിക്കുന്ന പോട്ടെ കാണുമ്പോഴൊക്കെ വാലാട്ടി നിൽക്കുന്ന ഒരു ജീവിയായിട്ട് മാറും എന്നുള്ള ഒരു ബോധം ഉണ്ടാകുന്നില്ല എന്ന് എനിക്കറിഞ്ഞൂടെ. അതെനിക്ക് തോന്നുന്ന ഒരു മീഡിയ ബിൽഡപ്പിന്റെ പാർട്ടായിട്ട് വരുന്നതാണ്. നമ്മൾ എപ്പോഴും കാണുന്ന പട്ടി കടിച്ചു എന്നല്ല. പട്ടി ആരെ സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ ആരും ന്യൂസ് കൊടുത്തിട്ടില്ല. അപ്പൊ അവിടെയാണ് പ്രശ്നം. അവിടെയാണ് എനിക്ക് തോന്നുന്നത് ഹച്ചിക്കോ എന്ന് പറഞ്ഞ ഫിലിം കേരളത്തിൽ നിർബന്ധമായും എല്ലാ സ്കൂളിലും കാണിച്ചാൽ മതി, ഈ പ്രശ്നം അവസാനിക്കും. അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ.